ചമ്മച്ച നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു സാമ്പാർ. ഇത് ഞാനിങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ 1 കപ്പ് പരിപ്പിട്ട് അതിൽ 2 തക്കാളി, 1 സവാള, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇനി ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ആദ്യം വേവിച്ചെടുക്കും. നമുക്ക് വേവിക്കാൻ വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഇപ്പോൾ ഞാൻ കുക്കർ മൂടി ഒരു 3 വിസിൽ വരുന്ന വരെ ഞാനിത് വയ്ക്കും. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ കഷ്ണം വേറെ വേവിച്ച്, അല്ലെങ്കിൽ ഇതിലേ തന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ കഷ്ണങ്ങളെല്ലാം കൂടി അതിലോട്ടിട്ട് ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫാക്കും. അങ്ങനെ ചെയ്യുക. അതിന് ശേഷം ആ പൊടികളെല്ലാം വറുത്താണ് ഞാൻ ഇതിൽ ചേർക്കുക. കുക്കർ മൂടി ഇനി അത് വിസിൽ വരട്ടെ. 3 വിസിൽ വരുമ്പോൾ ഞാനത് ഓഫാക്കും. അതിന് ശേഷം ആ കഷ്ണങ്ങളിടുക. ഇതാ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ ഈ പീസുകളിലെ കഷ്ണങ്ങളൊക്കെ ഇടുന്നത്. അത് കാണാം. ഇതിൽ ഉരുളക്കിഴങ്ങ്, ഇളവൻ, ബീൻസ്, മുരിങ്ങയ്ക്ക, ചേന, ക്യാരറ്റ് എല്ലാം ഓരോ പീസ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ ഒത്തിരി വേണമെങ്കിൽ നിങ്ങൾക്കിടാം. പക്ഷേ ഒത്തിരി ഇട്ട് നമുക്ക് 2 ദിവസത്തേക്കുള്ള സാമ്പാറാണ് നമ്മളുണ്ടാക്കുക എപ്പോഴും. ഇനിയിപ്പോൾ ഇത് ഒറ്റ വിസില്. ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പരിപ്പ് ആദ്യം വേവിച്ച് പരിപ്പ്, ഉള്ളി, തക്കാളി അത് വെന്ത് കഴിഞ്ഞപ്പം ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഇളവൻ, ഉരുളക്കിഴങ്ങ് എല്ലാം ഒരേ പീസ് ഇതിലിട്ടിട്ടുള്ളൂ. ഒരു മുരിങ്ങയ്ക്ക, പിന്നെ ചേന, ഒരു പീസ് ചെറിയ പീസ് ചേന. ഇനി ഇത് ഒരു വിസിൽ വരുന്നവരെ വേവിക്കും. എന്നിട്ട് അതിന് ശേഷം തുറന്നിട്ടാൽ നമ്മൾ അരപ്പെല്ലാം ഞാനൊന്ന് ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത്. സാമ്പാറിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. ഇതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അത് എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത്. പിന്നെ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ ജീരകം വറവിടുന്ന സമയത്ത് ഇട്ടാൽ മതി, പൊടിയില്ലെങ്കിൽ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഞാൻ വേവിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ സാമ്പാർ പൊടി ഉപയോഗിക്കില്ല, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് അതിൽ നിന്നൊരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല. പിന്നെ കായപ്പൊടി നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അത് പോരാന്ന് തോന്നിയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി അതിലോട്ട് ഇട്ടാൽ മതി. ഇതൊക്കെ ഞാനിപ്പോൾ ഒന്ന് ഇതായിട്ട് ചൂടാക്കിയിട്ട് അതിൽ ചേർക്കുക. പുളിവെള്ളം ചേർക്കുന്ന സമയത്താണ് ഞാൻ ഈ അരപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് 2 തിള വന്നിട്ട് അത് ഇറക്കി വെച്ച് വറവിടുക ചെയ്യുക. അപ്പം ഞാൻ ഈ കഷ്ണം വേകുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് സാമ്പാറിന് പൊടിയൊന്ന് മൂപ്പിക്കാൻ വേണ്ടി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. പുളി, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയായി പിഴിഞ്ഞ് വെച്ചേക്കുന്നത്. അതൊക്കെ ലാസ്റ്റാണ് ഞാൻ ചേർക്കുക. പൊടി ചേർത്ത് കഴിയുമ്പോഴേ പുളിയും ചേർത്ത് 2-3 തിളപ്പിക്കും. 2 പ്രാവശ്യം തിളപ്പിക്കും. നിങ്ങൾക്ക് ജീരകപ്പൊടി വീട്ടിലില്ലെന്ന് കുറച്ച് ജീരകം, ചെറിയ ജീരകം ഈ വറവിലോട്ട് ഇട്ടിട്ട് അങ്ങ് വറുത്ത് ചേർത്താലും മതി. എന്നാലും ജീരകത്തിൻ്റെ മണം കിട്ടും. സാമ്പാറിന് ജീരകത്തിൻ്റെ മണം വേണമല്ലോ. അതുപോലെ കരിവേപ്പിലയും കുറച്ച് കൂടുതൽ വറവിലിട്ടാൽ മതി. അല്ലെങ്കിൽ പിന്നെ ജീരകവും കരിവേപ്പിലയും പൊടിച്ച് വെക്കണം, കുറച്ച് ഉഴുന്ന് പരിപ്പൊക്കെ കൂട്ടി. ശരി, ഇത് നമുക്ക് വറുത്ത് വയ്ക്കാം. എല്ലാ പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ എരിവ് അധികം കൂട്ടാത്ത ആൾക്കാരാണ്, അതുകൊണ്ട് പിന്നെ എരിവൊക്കെ കുറവാണ് ചേർക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവ് ചേർത്ത് കേട്ടോ. ഞാൻ ഇതിൽ സാമ്പാർ പൊടി എന്ന് പറഞ്ഞല്ലോ 2 ടീസ്പൂണ്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇതിൽ ചേർക്കുമായിരുന്നു കുറച്ച്. അതിൽ കുരുമുളക് പൊടി ഉള്ളത് കൊണ്ട് ഇതിൽ ചേർത്തിട്ടില്ല.
ആ വെജിറ്റബിൾ വേവിച്ചതിലോട്ട് ഒഴിച്ചതിന് പരിപ്പും വേവിച്ചതിലോട്ട് ഒഴിച്ചതിന് ശേഷം ഞാൻ വെള്ളം എത്ര വേണമെന്നൊക്കെ തീരുമാനിച്ച് ഒഴിക്കുക. അന്നേരം ഞാൻ കാണിക്കാം. ഇനി എനിപ്പോൾ വറവിട്ടിട്ട് കാണിച്ചു തരാം. കരിവേപ്പില ഇട്ടിട്ടുണ്ട്. വറവിടുമ്പോൾ ഞാൻ ഒരു ഇത്തിരി 2 അല്ലി വെളുത്തുള്ളിയും കൂടി ആ വറവിലിടും. അതിന് 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, 3 ഉണക്കൽമുളക്, ഇനി കടുകും ഉലുവയും അതിലിടും. ജീരകം ഞാൻ കറി ചേർത്തിട്ടുണ്ട്, ജീരകത്തിന് പൊടി. അതുകൊണ്ട് ജീരകം ഇടുന്നില്ല, അല്ലെങ്കിൽ ചെറിയ ജീരകം കുറച്ചും കൂടി ഇടും. ആ ശരി, എന്നിട്ട് കാണാം. എന്താ എണ്ണ ഒഴിക്കുക. ഞാൻ ആ ചട്ടി തന്നെ എല്ലാത്തിനും എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ അടി പിടിക്കുകയോ കരിയോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സൈസിന് ഇട്ടില്ല അത്. അതുകൊണ്ട് പിന്നെ അത് തന്നെ എടുക്കും. ഇതിലിപ്പോൾ ഞാൻ ഇത്തിരി ഉലുവയും കടുക്, ഉലുവപ്പൊടി ഇട്ടത് കൊണ്ട് കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. തീ കുറച്ച് വെക്കാം. കുറച്ച് വെച്ചിട്ടാട്ടാ ഓഫാക്കുക. ഈ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊന്ന് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളിങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ശരി, വീണ്ടും കാണാം.